ഇന്നലെ നമ്മളെ ബ്ലാക്ക് അടിച്ച അമ്മന്റെ വീട്ടിലോട്ട് പോവാൻ ആ ബ്ലാക്ക് കളറുള്ള മറ്റേ സ്കോർപ്പിയോ അതിന്റെ ഉള്ളിൽ പോവാൻ പിക്കാൻ വേണ്ടിട്ട് അവൾ കുടുങ്ങിക്കാതെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം പോകും അവനാണ് ഇന്നലെ കാറും ജസ്റ്റ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റസ്റ്റ് എടുത്തിട്ടോ നാളെ അവൻ കാറ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് തിരികച്ചു വിട്ടു. ഫസ്റ്റ് ബ്രേക്ക് ഒരു കാര്യം എമ്മോടിപ്പോ ബൈക്കിലും മറ്റേമാരെയും ബൈക്കിലല്ല അവരാണെങ്കിൽ ഇവരുടെ വീട്ടിലോട്ട് ഇന്നലെ പോകും. ഇന്നലെ അങ്ങോട്ട് കാണാൻ പോയായിരുന്നു. എന്റെ കാറിന് ഇവിടേക്ക് പോയി അവന്റെ കാറിനാക്കിയിട്ട് എന്റെ കാറ് ഇവിടെ എന്റെ കാറ് ഇവിടെ ഗോൾഡിന്റെ മുറിവ് എടാ തോന്നിട്ടോ നമ്മുടെ സിറ്റി ടൂറിലോട്ടല്ലേ ആണോ സിറ്റി ടൂറിലോട്ട് വണ്ടി ചാർജ് ചെയ്തു കേറിയല്ലോ കേറിയട അങ്ങോട്ട് എന്റെ ഇത് വന്നു മഴപ്പഴാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഖത്തറിലോട്ട് ഖത്തറിലല്ലേ നമ്മുടെ നാട്ടിലുള്ളത് അവനാണെങ്കിൽ ഇവിടെ ഖത്തറിലോട്ട് പോയിട്ടില്ലേ അടിയിൽ കയറും. നാളെ ഖത്തറിലോട്ട് നാളെ മറ്റന്നാളായിട്ട് ഖത്തറിലോട്ട് വരും. ഇത് കാണാനും കിട്ടത്തില്ല. വെക്കേഷൻ കൊണ്ടുവരാം ആള് നോക്കിയിട്ട് പിന്നെ നാട്ടിലോട്ട് പൈസ ഖത്തറിലെ പൈസ കൊണ്ടാണ് ഞാൻ
5000 ഒക്കെ കൊടുക്കണം. അത് 6000 10,000 11,000 വരെ 100,000 വരെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഖത്തറിലോട്ട് കയറിയത്. ഇങ്ങോട്ട് വരുന്നതാ. ഇച്ചിരി പൈസ കിട്ടുമല്ലോ. ആ പൈസ വണ്ടികളെ മേടിക്കാൻ ഉള്ളു. ഖത്തറിൽ പോയി കുറെ പൈസ എത്രയും വലിയ കാറും കുറെ നാളായി. ചിലപ്പോ അവരുടെ ഫ്രണ്ടിൽ ഗിഫ്റ്റ് തരാമോ? അവനാണെങ്കിൽ എന്റെ ഖത്തറിനോട് പോകുന്ന ഒരു കാറിനെ ഗിഫ്റ്റ് തരാമെന്ന് അവൻ പറഞ്ഞേ. ഞാൻ വണ്ടി പറഞ്ഞു. അത് തരുമോ ഇല്ലേന്ന് അറിയാതെ പോയി മതി. ഇവനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഫ്ലൈറ്റിൽ വന്ന് അവനാണെങ്കിൽ ഇവിടത്തെ എയർപോർട്ടിലാണ് വന്നത്. ഇവിടുത്തെ എയർപോർട്ടിലാണ് വന്നത്. ഓക്കെ ബാക്കിൽ ഇതിന്റെ സീറ്റ് കിട്ടി. ഇല്ലടാ, ഈ ബാക്കിൽ സീറ്റ് അവർക്ക് നോർമൽ അവർക്ക് അതെടുക്കാൻ വീടുറപ്പിച്ചു. ഇതെടുത്തപ്പോ പിന്നെ ആ വണ്ടി എടുത്തപ്പോ പറ്റില്ലല്ലോ. അതിനാണ് ഞാൻ പറ്റിക്കോ പറ്റാർ വണ്ടി പേര് അറിയാലോ. ഇതിലുള്ള സീറ്റുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ കൂടെ ഒരാൾ നമ്മുടെ ഖത്തറിലുള്ള ഖത്തറിലുള്ളവനെ ഇന്നലെയാണ് അവിടെ കൂടെ പിക്ക് ചെയ്യാൻ പോകും. പിക്കാനായിട്ട് പോണേ പെട്രോൾ ഓക്കെ എന്നോട് സംശയം കൊടുത്താലും ഇത് കൊടുത്തിട്ടുള്ള ആരും കൊടുക്കുന്നേ ഇല്ല. ഒരെണ്ണം കൊടുക്കാനായിട്ട് ഇറങ്ങോ
എടുക്കാൻ പറയും. എന്റെ വണ്ടി അമ്മ സർവീസ് ആവും. ഇവിടെ എത്തിക്കണം. ആ ടെസ്റ്റ് പിടിക്കും. ഡ്രിഫ്റ്റ് പോലും പിന്നെ എന്റെ വണ്ടി മറ്റേ ബെഞ്ചില്ല, ഈ ഫോൾ ടയർ. അതിന്റെ ടയർ മാറ്റി കഴിഞ്ഞാൽ ഫോൾ ടയർ ആയതുകൊണ്ട് കിടക്കില്ലേ, അതങ്ങനെ ഡ്രിഫ്റ്റ് ആവും. വണ്ടിയുടെ ഡ്രിഫ്റ്റ് ആവും. പുതിയ ഓടിച്ച നീയാണ് പുതിയ ഓടിക്കുന്നത്. ഈ പ്ലെയിനിൽ ഫ്രണ്ടിൽ കാണുന്ന പ്ലെയിനിൽ തന്നെയാണ് എന്റെ പ്ലെയിനില്ല. അവിടെ വേറെ ഡ്രൈവർ വരുന്നത് അതൊന്നും നടത്താൻ വിചാരിച്ചു. ഓക്കെ അവിടെ കേറാ വന്ന് അതാണ് കണ്ടേ. ഇവിടെ ചില അടിയൊന്നും ഉള്ളതുകൊണ്ടല്ല ചിരി കൊണ്ട് വരാൻ. നീ എന്തൊരു പണ്ട് പറഞ്ഞ പണ്ടപ്പം ഞാനിപ്പം ഞാൻ വരാൻ ജപ്പാൻ. ഞാൻ ജപ്പാനിലോട്ടാണ് പണ്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് അത്രയും പറഞ്ഞു ഞാൻ ജപ്പാനിലോട്ട് പണ്ട് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ പിന്നെ ഖത്തറിലോട്ട് വന്നു. ഞാൻ വന്നു ഇവിടെ കാശൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പണം കിട്ടും. നമ്മളെ പോലെ ചാടില്ലേ പൈസ കിട്ടണം. ആണോ അപ്പൊ ഞാനിവിടെ വരട്ടെ. ഇവിടത്തെ എപ്പോഴും കയറിയപ്പോഴേ ആ പൈസ മൊത്തം കാര്യം. എന്താ കോപ്പി ഇല്ല, എല്ലാം പ്ലാസ്റ്റിക് എടുക്കാതെ. ഈ 2 സീറ്റും പോലും ഇല്ല. അത് ഒരു പ്ലാസ്റ്റിക്കിലുണ്ടോ 2 സീറ്റ്? എവിടെ പൊട്ടാന്റെ 2 സീറ്റിന് ഊരാണ് ചിരിച്ചിരിക്കും. ഇനി 2 സീറ്റ് ഉണ്ടായിരുന്നു, അത് എവിടെ പോയി നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഊരിയെടുത്ത് വെച്ചൊരു ഇവിടെ 3 സിലിണ്ടറിന്റെ ഞാൻ മിക്കവാറും അതിന്റെ സീറ്റ് ഉള്ളത് S11 ഇല്ല. ആ മണ്ണ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. വണ്ണ് പാർക്ക് ചെയ്യുന്നതും പറഞ്ഞത് ഫ്രണ്ടിലല്ലേ പാർക്ക് ചെയ്യുന്നു. എന്താണ് ഈ വേസിനെപ്പോഴും എവിടെയെങ്കിലും തട്ടുക ഫ്രണ്ടിലല്ലേ അറിഞ്ഞു എല്ലാരും അറിയിക്കാം. ഞാനിങ്ങനെ ഇവനിവിടത്തെ ഉള്ളയാളെ നാട്ടിൽ നിന്ന് നോക്കുക. ഇതാ ആരാണ് മനസ്സിലായി? നിങ്ങൾക്കാർക്കൊക്കെ മനസ്സിലായി? എടാ അവിടെ സോമയാടാ, നിങ്ങളെ രണ്ടാമത്തെ പ്രാങ്ക പറ്റിച്ചതാ. അത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ.
ഖത്തറിലോട്ട് ഇനി പോണം. ഞാൻ പോകുമ്പോ ഞാനെപ്പോഴും അങ്ങോട്ടാവും വരും. അല്ല അല്ലേടാ സോമ ആടാ. ഞാനിവിടെ നാട്ടിൽ നിന്നൊക്കെ എപ്പഴേ വന്നടാ. ആണോ? എടാ നീ എപ്പോഴാണോ നാട്ടിൽ പോകുന്നത്? ഞാൻ ഇന്നലെയായിരുന്നു ഫ്ലൈറ്റ് കയറി വന്നത്. പിന്നെ ഇന്നും ഇന്ന് രാവിലെയാണ് എത്തിയത്. രാവിലെ ഇവനെ വിളിച്ചിട്ട് ഇവൻ കോൾ സ്വിച്ച് ഓഫ് ആയിട്ട് കിടക്കും. എടാ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഫ്രാങ്ക്ലിനെന്ന് ഞാൻ പറഞ്ഞു. ഇവന്റെ ഫോൺ 17 Pro ആടാ. എന്റെ ഫോണാണെങ്കിൽ 14 Pro. എന്റെ 17 Pro ആയതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചു. ഇത് കട്ടാക്കി അതിലൊക്കെയില്ലേ പല പല ഭാഷകളും ചൂട്ടോടും ഇവിടെ കേൾക്കല്. പിന്നെ ഹിന്ദിയിലൊരു മൈക്കറ്റ് അറിയും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നേരത്തെ ഞാൻ ഇട്ടായിരുന്നു. നീനെ വിളിക്കും എന്റെ മുന്നേ അറിയാം. അതുകൊണ്ട് ഞാനാണെങ്കിൽ അടുത്തിട്ട് ആണല്ലേ. അതങ്ങനെ നിനക്ക് മനസ്സിലായത് പെട്ടെന്ന്? അതൊക്കെ എനിക്ക് അറിയാം. ഇവന്റെ വീട് അറിയാവാ? അറിയത്തില്ലേ? അല്ല അറിയാം. എവിടെയാ? മറ്റേ ഷോറൂമിന്റെ അപ്പുറത്തെ ആ ബീച്ചിലുള്ള അവന്റെ വീട് വെച്ച് അവിടെ അറിയാം. എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്നാ ഇറങ്ങണേ. എക്സ്ട്രാ പറയാം. അപ്പനോടെ മുന്നിലോ അങ്ങനെ അവര് പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഞാൻ സെഡക്ടറാണ് കൊണ്ടുവന്നത്. അവനെ അറിയാത്ത ഞാൻ ഒരിക്കലും കൊണ്ടുപോകണമല്ലോ പറഞ്ഞാത്ത പോലുമില്ല. ഇതിന് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല. ഇതിന് നമ്പർ പ്ലേറ്റ് വെക്കണ്ട. കൂടെ ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത വണ്ടിയല്ലേ നല്ല വയലേക്ക് നാട്ടിലോട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ ചെറുനാട്ടിലാണ് വരുന്നത്. വന്നേന്ന് പക്ഷെ ഞാൻ എക്സ്റ്റുആറിലാണ് വരുന്നത്. സെഡക്സ്റ്ററാറിലാണ് വരുന്നത്. ഞാനാണെങ്കിൽ എക്സ്റ്റുആറിലാണ് വരുന്നത്. എന്റെ സൗണ്ട് ആണെങ്കിൽ കേൾക്കാൻ പറ്റൂല കേട്ടോ. എന്റെ സൗണ്ട് ആണെങ്കിൽ ഇപ്പൊ കേൾക്കാൻ പറ്റൂല കേട്ടോ. എടോ ആളെ വന്ന് വണ്ടി കയറി. ഓക്കെ, ഒന്ന് വണ്ടി കയറി. നീ എന്താ നയിക്കുന്നു?
ഇങ്ങനെ നിക്കുന്നത്. ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാൻ പോവാ, അതുകൊണ്ടാ. നിന്റെയും നിന്റെയും എന്റെയും ഒരേ സൗണ്ട് ആണല്ലോ. ആടെ നിന്റെയും എന്റെയും ഒരേ സൗണ്ട് തന്നെയാണ്. അത് നമ്മുടെ പണ്ടേ ഉള്ള സൗണ്ട് അല്ലേ. ആടെ ആടെ കാലൊക്കെ പോയി വരുന്നു. കൂടെ പോണം. എങ്ങോട്ടാ പോകേണ്ടത്? നമ്മുടെ സിറ്റി 2-ലോട്ട്. അങ്ങോട്ട് ഞാനിപ്പോ കാറുകൊണ്ട് അടുത്തോണ്ടും പോയതേ ഉള്ളല്ലോ. കാറോട് പോവാൻ ആടെ അപ്പൊ നീ ഇല്ലായിരുന്നു. മറ്റേ ഒരു വേറെ ആൾക്കാ പോയെ. അവനാ മറ്റേ പിള്ളയില്ലാതെ അവിടെ പോണ. ഞാനിവിടെ സേഫ് ആയിട്ട് പോണു. നീ കൂടെ വന്നേ. പോയല്ലോളായി. ബൈക്കുകാരന്റെ വണ്ടിയില്ല. അയാള് നമ്മള് ചത്തിട്ടില്ല, അയാള് ചത്തോ? ചത്തോ ചത്തില്ലെന്ന് അറിയുന്നു. നിങ്ങളിപ്പോ എന്തായാലും ഓക്കെ വണ്ടി എടുത്തത് അമ്മാതി ആക്സിഡന്റായി പോയെന്നുള്ള. ഞാൻ ഹെൽമെറ്റ് എടുത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഹെൽമെറ്റ് എടുക്കുവാ. അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരെ കാര്യം തീരുമാനമാണ്. നമുക്ക് പറന്നു കേട്ടോണ്ട് പറഞ്ഞു വിടാം. പറഞ്ഞു പോയതാണ് നേരത്തെ ആക്സിഡന്റ് ആക്കിയത്. ഓക്കെ എന്തോടെ ഇവിടെ കാര്യം? ഓക്കെ അവിടെ എടുത്തെടുത്ത് എന്തു പറയും? നിങ്ങൾ സഞ്ചി എടുക്കാനുണ്ടാകും, അതെടുക്കാൻ പറയും. എടുത്തല്ലോ ഈ പോവാ. ആവാ എടാ എനിക്ക് പതുക്കെ പോയി. നീ പൈക്കില്ല ഓടിപ്പോക്കാണ് കൊണ്ട് ആ മറ്റേ അവന്റെ ഡോറാണ്. പക്ക പോയി വെള്ളം എപ്പോഴെങ്കിലും ആ മറ്റേ ഉണ്ണിയോട്ടും അങ്ങോ നീ ഇറങ്ങാം. മൊത്തം കാറിലോട്ടായിട്ട് ഞാൻ വെള്ളം അതിന്റെ കൂടെ പോയി. അയാള് വന്നിപ്പ നല്ല കാര്യം കൂടെ നീയൊക്കെ അതൊക്കെ അയാളുടെ തീരുമാനം. അയാളുടെ തീരുമാനമല്ല. ചെക്കിന് പിടിച്ചത് മോനെ നിന്നെ പോലെ അയാളൊരു ആഗ്രഹം ഡ്രൈവിംഗ് ടെസ്റ്റ് കയറി ഇതുപോലെ വണ്ടി പിടിച്ചത്.
പഠിക്കുന്നതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പഠിച്ചിട്ട് ഉണ്ടായിരുന്നപ്പോ അല്ലേ പഠിച്ചത് നീ നല്ലോണം ഓടിച്ചു. ഇപ്പഴത് പോലും ഇല്ല ഓടിച്ച്. അപ്പൊ അതേപോലെ തന്നെയാണ് ഓടിച്ചത്. ഇപ്പഴാ പഠിച്ചത്. ഞാനാണ് സ്വാമിയത് കണ്ടോ. പൊടി ഇവിടെ പുറത്തോണ്ട് വരാൻ പോയില്ല. ഓക്കെ ഓക്കെ അത് നിന്നെ കൊണ്ട് ഇവിടെ ആക്കിയാ മതി. ഓക്കെ ഇവിടെ ആക്കിയാ മതി. ഓക്കെ ഞാൻ പോവാ. അന്ന് ഞാൻ പോവാണേ. ഓക്കെ ശരി. പോവാ. ഇവിടെ വണ്ടി വാങ്ങിച്ചു. ചിലപ്പോ നാളെ ഞാൻ അങ്ങോട്ട് കൊണ്ട് വണ്ടി വാങ്ങിച്ചു. ബൈക്ക് വെച്ച് ഇവന് ഇവിടെ ഇരിക്കണം. എന്തൊരു അവനെ ബൈക്ക് വിളിക്കുന്നില്ല. ഇരിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മള് കൊണ്ട് അതില് കാര്യം അത് അവന് ഇഷ്ടമല്ല. അവന് എക്സ്ട്രോമാണ് ഇഷ്ടം. മറ്റേ ബൈക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. പരിപാടി ഇല്ലോ. അപ്പൊ ഇന്നത്തെ എത്ര അടുത്തോണ്ട്